ഡൈവോഴ്സ് ദിവസം ഒരു 5-6 തവണയെങ്കിലും ഡൈവോഴ്സ് ചെയ്യുന്ന ഞങ്ങളുടെ 18ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയത്തില്ല. കത്തിക്കുത്ത് കൊലപാതകം മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം അടിയും ബഹളവും. ഇനിയിപ്പം ലോക മഹായുദ്ധം വരെ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ കുറച്ച് സ്നേഹവും എല്ലാം കൂടി ഒരു 18 വർഷം ഞങ്ങൾ തള്ളി നീക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 18 വർഷം ഞാൻ എൻ്റെ പേരൻസിൻ്റെ കൂടെയും അതേപോലെ തന്നെ 18 വർഷം ഹസ്ബൻഡിൻ്റെ കൂടെയും ജീവിച്ച് തെളിയിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ കഴിഞ്ഞ 18 വർഷങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ ഞാനാക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു ലാസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അത് എൻ്റെ കഥ മാത്രമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒറിജിനൽ കഥയാണ്, എൻ്റെ ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്താണ്. അപ്പോൾ എന്ത് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് ഞാനൊരു ഐഫോൺ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 14ാമത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ 14 സാധനങ്ങൾ വാങ്ങിച്ച് സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്ക് ഏപ്രിൽ 28-ാണ് വെഡിങ് ആനിവേഴ്സറി എന്നാണോ ഏപ്രിലാണെന്ന് പോലും ചോദിച്ചു കഴിഞ്ഞാൽ പോലും അറിയില്ല. പറയാം എനിക്ക് ഡ്യൂട്ടിയുടെയൊക്കെ ഇടയ്ക്ക് തിരക്കിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം ഞാൻ മറന്നു പോകുന്നു എന്നൊക്കെ പറയും. ഞാനതൊക്കെ അങ്ങ് വിശ്വസിച്ചു. അപ്പം ഞാൻ ഇത്തവണ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് വെളിയിൽ പുറത്തുനിന്ന് ഈ പ്രാങ്കൊക്കെ ചെയ്ത് വീഡിയോ ചെയ്യത്തില്ല, അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ ഒരു സ്ഥലത്ത് കൊണ്ടെത്തിക്കുകയും വേണം, എനിക്ക് ബാൽക്കണിയിൽ നിന്ന് കാണുകയും വേണം എന്താണ് നടക്കുന്നതെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ അഭിഷേകര സിറ്റി റീറ്റെയിൽ സൂപ്പർ മാർക്കറ്റിൻ്റെ ജസ്റ്റ് ഫ്രണ്ടിൽ പോയി നിൽക്കാൻ ഞാൻ പറഞ്ഞു. ഇതുപോലെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറിൻ്റെ ഒരു ഫയൽ നാളെ സ്കൂളിൽ കൊടുക്കാനുണ്ട്, ആ ടീച്ചർ നാളെ ലീവാണ്, അപ്പോൾ അർജൻറ്റാണ്, ഒന്ന് പോയി വാങ്ങിച്ചുകൊണ്ട് വരുമോ, ഞാൻ എങ്ങനെ പോകാനെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ അവർ 8:30 കറക്റ്റ് സമയത്തായപ്പം അവിടെ തന്നെ വന്നു. അങ്ങനെ പുള്ളിക്ക് ഗിഫ്റ്റൊക്കെ കയ്യിൽ കൊടുത്തു. കണ്ടില്ലേ, ഞാനൊരു ഫ്രെയിമും അതേപോലെ തന്നെ ഒരു കേക്കും പിന്നെ ഒരു ഷർട്ടും, ഇത്രയൊക്കെയാണ് ഒരു ഗിഫ്റ്റിൽ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഇവരുടെ ഈ വീഡിയോ അവർ എഡിറ്റ് ചെയ്തിട്ട് ഇടും കേട്ടോ. അപ്പം എന്താണ് ഇവിടെ നടന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് വരുന്ന വഴിക്ക് എന്നെ കാണുന്നുണ്ട്, ഞാനിവിടെ ബാൽക്കണിയിൽ നിന്ന് വീഡിയോ എടുക്കുന്നത്. അതാണ് എൻ്റെ അടുത്ത് കയറി പൊടി അകത്തെന്നാണ് പറയുന്നത് കേട്ടോ. വെറുതെ മനുഷ്യനെ നാക്കെടുത്താൻ വേണ്ടി ഞാൻ മുഖമെങ്കിലും കഴിയിട്ട് പോകത്തില്ലായിരുന്നോ? ഇത് വീഡിയോ എടുക്കാനെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് ഒരുങ്ങി റെഡി ആയിട്ട് വരുന്നു. എൻ്റെ കണ്ടു നോക്കാം, ജോലി കഴിഞ്ഞ് വന്നിട്ട് വേർത്ത് കുളിച്ചിട്ട് വന്ന് വേറെ. അതെ, എന്നെ വെറുതെ നാറ്റിച്ചില്ലയോ? ഞാൻ ഈ മാസം ഫസ്റ്റ് പറഞ്ഞത് നിന്റെ അടുത്ത്. ഞാനാ ഓർമ്മിപ്പിച്ചത് ഏപ്രിൽ 28-ാം തീയതി വഴക്കാണെങ്കിൽ ഓർത്ത് വെച്ചോണേ വെഡിങ് ആനിവേഴ്സറി ഉണ്ടെന്ന്. ഇല്ല, അങ്ങനെയല്ല പറഞ്ഞു. ഏപ്രിൽ 28 അല്ല, ഏപ്രിലാണ് ഈ മാസം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു 28-ാം തീയതി നമ്മുടെ ഇതാണ് പറഞ്ഞു, വെഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ ഇന്നലെ 12 മണിക്ക് മുമ്പ് ഉറങ്ങും. അന്നേരം ഇപ്പം ഞാൻ അതിനു വേണ്ടിയാണ് ഇന്നലെ ഈ ഗിഫ്റ്റിനെ കൊടുത്തത്. ഇത് കണ്ടില്ലേ, കുഞ്ഞുകളെ അവക്ക് കൊടുത്തായിരുന്നു ഇന്നലെ. ഓക്കെ, ഇന്നലെ കൊടുത്ത ഗിഫ്റ്റ് ആയിരുന്നു. ഇന്ന് വീണ്ടും ഞാൻ വെഡിങ് ആനിവേഴ്സറി ഓർത്തത് കൊണ്ട് കണ്ടോ, ഇതിനെ ഇച്ചിരി കൂടെ പറക്കാൻ ഇതുള്ള കഴിവുള്ളതാണ്. കണ്ടില്ലേ, ഇതിനെ ഒരു കിളിയും കൂടെ ഞാൻ കൊടുത്തായിരുന്നു. പക്ഷെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞില്ല, കിളിയെ കൊടുത്തെന്ന് പറഞ്ഞാൽ നമുക്കൊരു നാണക്കേട്. അത് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞില്ല. എന്തുകൊണ്ടെന്ന് അറിയാമോ? കിളിയെ കൊടുത്ത് ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടല്ലേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ, വീട്ടിൽ വന്നിട്ട് അതിന് മറുപടി കൊടുക്കാമെന്ന്. കണ്ടില്ലേ, ഇതിച്ചിനിടെ പറക്കാനുള്ള പരിപാടിയുള്ളതാണ് കേട്ടോ. 2 പേരുണ്ട്. ഞാൻ സെലക്ട് ചെയ്ത ഗിഫ്റ്റ് ഹാമ്പറിലുള്ള ഐറ്റംസ് ഇതൊക്കെയായിരുന്നു കേട്ടോ. കേക്കും അതേപോലെ തന്നെ ഒരു ഫ്രെയിമും പിന്നെ ഷർട്ട് ഞാൻ വാങ്ങിച്ച് കൊടുത്തതാണ് കേട്ടോ. പിന്നെ കിറ്റ്കാറ്റും ഒരു റോസാപ്പൂ ഒക്കെ ആയിട്ട് നമ്മുടെ ബഡ്ജറ്റിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കാനും പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ നേരത്തെ കാണിച്ച കിളികളുണ്ടല്ലോ, കിളിക്കുഞ്ഞുങ്ങൾ, അതിന് പൈസ കൊടുത്തൊന്നും വാങ്ങിച്ചല്ല കേട്ടോ. ഇവരുടെ കമ്പനിയിൽ ഇഷ്ടംപോലെ കിളിക്കൂടുകളുണ്ട്. ഭയങ്കര കാറ്റൊക്കെ വരുമ്പോഴത്തേന് ഈ കിളിക്കൂടുകളെല്ലാം താഴെ വീണിട്ട് ഈ കിളിക്കുഞ്ഞുങ്ങളെല്ലാം അവിടുത്തെ പൂച്ചയൊക്കെ പിടിച്ച് കഴിക്കുകയാണ്. താഴെ വീഴുന്ന ഈ കുഞ്ഞുങ്ങളെയൊക്കെ അവർ കമ്പനിയിൽ ഇങ്ങനെ ഫുഡും വെള്ളമൊക്കെ കൊടുത്ത് രക്ഷപ്പെടുത്താനൊക്കെ നോക്കും. അങ്ങനെ കൊണ്ടുവന്നാണ് ഈ 2 കുഞ്ഞുങ്ങൾ കേട്ടോ. അവിടെ കിടന്ന് പൂച്ചയുടെ വായി കിടന്ന് മരിക്കേണ്ട, ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ച് മരിക്കാനെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അതാണ് എൻ്റെ ഈ വർഷത്തെ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ്. എന്തായാലും നല്ല ഉഗ്രൻ സർപ്രൈസാണ് ഞാൻ ഇപ്രാവശ്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പേജുകാർ അവർ ഇൻസ്റ്റഗ്രാമിലും അതേപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ ഇടും ആ ഒരു വീഡിയോ. അപ്പം നമുക്ക് കറക്റ്റ് എന്താണ് അവിടെ സംഭവിച്ചത്, എങ്ങനെയാണ് പ്രാങ്ക് ചെയ്തതെന്നൊക്കെ കാണാൻ പറ്റും. അതിനെ കാത്തിരിക്കുക.